വെൽക്കം ടു മൈമാസ് കുക്കിംഗ് ക്ലാസ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് ഒരു നല്ല മീൻ കറിയുടെ റെസിപ്പിയാണ്. കുറേ നാളായിട്ട് ഒരുപാട് വ്യൂവേഴ്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരു മീൻ കറി കാണിക്കാമെന്ന്. അപ്പോൾ നമ്മൾ കോട്ടയം സ്റ്റൈലിലുള്ള ഒരു മീൻ കറി, നാടൻ സ്റ്റൈലുള്ള ഈ മീൻ കറി ചെയ്യാനായിട്ട് എപ്പോഴും നമുക്ക് മൺചട്ടിയാണ് ഏറ്റവും ബെസ്റ്റ്. ഒരു മൺചട്ടി അടുപ്പിൽ വെക്കാം. ഇതിലേക്ക് നല്ല കോക്കനട്ട് ഓയിൽ, 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ. എണ്ണ നന്നായിട്ട് ചൂടായി. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുകും, ഒരു 3 കഷ്ണം ഉലുവ കൂടി പോയല്ല, 3 കഷ്ണം ഉലുവായും 1/2 ടീസ്പൂൺ കടുകും ഇടാം. കടുക് പൊട്ടിത്തുടങ്ങി. ഈ സമയത്ത് ചുവന്നുള്ളി 1/4 കപ്പ് അരിഞ്ഞത് ഇടാം, നീളത്തിൽ അരിയുന്നത് കേട്ടോ. വെളുത്തുള്ളി 1 ടേബിൾ സ്പൂൺ സ്ലൈസ്ഡ് നീളത്തിലരിഞ്ഞത്. ഇഞ്ചി ഒരു 3/4 ടേബിൾ സ്പൂൺ നീളത്തിലരിഞ്ഞത്. ഇതെല്ലാം കൊണ്ടൊന്ന് സോട്ട് ചെയ്യാം. ലൈറ്റ് ബ്രൗൺ കളർ ആകുന്നവരെ മൂപ്പിച്ചെടുക്കുക. ഇവിടെ ഒരു 3-4 കറി ലീവ്സും കൂടെ ആഡ് ചെയ്യുക. എല്ലാം കൂടെ കിടന്ന് നന്നായിട്ടൊന്ന് ലൈറ്റ് ബ്രൗൺ കളറായി വരണം. ഈ ഒരു സ്റ്റേജ് നമ്മൾ നോക്കുന്നത്. ഈ ഒരു കളർ ലൈറ്റ് ബ്രൗൺ കളറാവണം. ഒരുപാട് മൂത്ത് പോകേണ്ട ആവശ്യമില്ല. ഈ ഒരു സ്റ്റേജായി കഴിയുമ്പോൾ നമുക്കിതിനകത്തേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടിയൊക്കെ ആഡ് ചെയ്യാം. ഞാൻ എടുത്തു വെച്ചേക്കുന്നത് 3 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ്. റെഗുലർ ചില്ലി പൗഡറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ 1.5 ടേബിൾ സ്പൂണൊക്കെ യൂസ് ചെയ്താൽ മതിയാവും. കാശ്മീരി ഉപയോഗിച്ചാൽ നല്ല കൊഴുപ്പ് കിട്ടും. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ചെറിയ നുള്ള ഉലുവ, ചെറിയ പിഞ്ച് മാത്രമേ ഇട്ടിട്ടുള്ളൂ ഉലുവപ്പൊടി. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യാം. മുളക് പൊടിയുടെ പച്ചമണം മാറണം, അതാണ് കണക്ക്. അടുത്തതായിട്ട് നമുക്ക് പുളി. ഞാനിവിടെ ഒരു 3 കഷ്ണം പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. 3 കഷ്ണം കീറിയിട്ടേക്കുന്നത് കേട്ടോ. വെള്ളത്തിലിട്ട് വെക്കുക. ആ വെള്ളത്തോട് കൂടെ നമുക്ക് ഇതിനകത്ത് ചേർക്കാം. കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്യാം. നന്നായിട്ട് തിളയ്ക്കട്ടെ. നന്നായിട്ട് വെട്ടി തിളയ്ക്കാൻ തുടങ്ങി. ഈ സമയത്ത് ഉപ്പ് ആഡ് ചെയ്യാം. ഇപ്പം 3/4 ടീസ്പൂണാണ് ആഡ് ചെയ്യുന്നത്. വേണമെങ്കിൽ പിന്നീട് ആഡ് ചെയ്യാം. ഒരു 3-4 മിനിറ്റ് ഒന്ന് തിളയ്ക്കട്ടെ. അതിന് ശേഷം നമ്മൾ മീൻ ആഡ് ചെയ്യത്തുള്ളൂ. നമ്മളിവിടെ 3/4 ടീസ്പൂൺ ആണല്ലോ ഉപ്പ് ഇട്ടത്. അപ്പോൾ ഞാൻ ടേസ്റ്റ് നോക്കുമ്പോൾ എനിക്ക് ഇച്ചിരി ഉപ്പ് കുറവാണ്. 1 ടീസ്പൂൺ കണക്കിൽ ഇപ്പം ആഡ് ചെയ്തിട്ടുണ്ട്. ഈ മീൻ ആഡ് ചെയ്യാം. ഞാനിവിടെ എടുത്തേക്കുന്ന കാളാഞ്ചിയാണ്. കാളാഞ്ചി വിത്ത് സ്കിന്നാണ്. വിത്തൗട്ട് സ്കിൻ വേണമെങ്കിലും ഉപയോഗിക്കാം. നെമ്മീൻ, മോത, വറ്റ ഇങ്ങനെയുള്ള ഏത് മീനും യൂസ് ചെയ്യാം. അയല, മത്തി എല്ലാം ഈ കണക്ക് ഇതേ അളവിൽ ഉണ്ടാക്കാം. അത് ആഡ് ചെയ്യാം. ഇവിടെ എടുത്ത് വെച്ചേക്കുന്നത് 1/2 കിലോ കാളാഞ്ചി മീനാണ് കേട്ടോ. അത് ആഡ് ചെയ്യാം. കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്യാം. തീ കുറച്ച് ചെറിയ ഫ്ലെയിമിൽ. ശരിക്കും മീൻ വേവാൻ 5 മിനിറ്റ് എടുക്കത്തുള്ളൂ. നമ്മൾ ശരപ്പൊക്കെ നന്നായിട്ട് പിടിക്കാനായിട്ട് തീ കുറച്ച് 10 മിനിറ്റ് അടച്ചു വെക്കാം. പത്ത് മിനിറ്റോളം ഇപ്പം മീൻ കറി കുക്കായിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇത് മാറ്റാം.
അപ്പോൾ നോക്കിയാൽ നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ലൊരു പരുവായിട്ടുണ്ട്, നല്ല തിക്കായിട്ടുണ്ട്. ചട്ടി അത് ചുറ്റിച്ച് കൊടുക്കാം. ഞാനിതിലേക്ക് ലാസ്റ്റും ഒരു പിഞ്ച് ഓഫ് ഉലുവ ഇടും കേട്ടോ, ഉലുവാപ്പൊടി. ഉലുവ വറുത്ത് പൊടിച്ച് വെച്ചേക്കുന്നതാണ്. മീൻകറിക്ക് ഒക്കെ എപ്പോഴും ഇത് ലാസ്റ്റ് കുറച്ചൊന്ന് ഇട്ട് കൊടുക്കുക, ഇതൊരു ഫ്ലേവറാണ്. കുറച്ച് കറിവേപ്പിലയും കൂടെ ലാസ്റ്റ് ആഡ് ചെയ്യാം. മീൻ കറിയിലേക്ക് നമ്മൾ എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്ത് ലാസ്റ്റ് വേണമെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ, നല്ല വെളിച്ചെണ്ണ 1-2 ടീസ്പൂൺ വേണമെങ്കിൽ ചേർക്കാം. ഒന്നുകൂടെ ചുറ്റിച്ച് വെക്കാം. നമ്മുടെ കോട്ടയം സ്റ്റൈലുള്ള ഈ ഫിഷ് കറി നമ്മൾ ചെയ്ത് കഴിഞ്ഞു. വളരെ എളുപ്പത്തിലാണ് നമ്മൾ ഈ റെസിപ്പി ചെയ്തത്. എൻ്റെയൊക്കെ വീട്ടിൽ ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്തത്. അപ്പോൾ ഈ അളവിൽ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ എപ്പോഴും തലേ ദിവസം നിങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേയിലേക്ക് ഭയങ്കര ടേസ്റ്റി ആയിരിക്കും. പുളിയും ഉപ്പും ഒക്കെ നന്നായിട്ട് മീനിലേക്ക് പിടിക്കും. ഈ കറി നമുക്കൊരു 3 days ഒക്കെ നന്നായിട്ടിരിക്കും. എല്ലാ ദിവസവും ഈവനിങ് ബാക്കി വന്നു കഴിഞ്ഞാൽ എല്ലാ ദിവസവും തിളപ്പിക്കുക, രാത്രിയാകുമ്പോൾ തിളപ്പിച്ചെടുക്കുക, തിളപ്പിച്ചിട്ട് നെക്സ്റ്റ് ഡേയിലേക്കും ഉപയോഗിക്കാം. അപ്പം തിളപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട, മീനിൽ ഗ്രേവി പറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ച് വെള്ളം നികക്കെ ഉണ്ടാവണം, ആ രീതിയിൽ വേവിച്ചെടുക്കാം. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾ ട്രൈ ഔട്ട് ചെയ്തിട്ട് നിങ്ങളുടെ കമൻറ്റ്സ് അറിയിക്കുക. ഇതേപോലെ നല്ല വീഡിയോസിനായിട്ട് സ്റ്റേ ട്യൂൺ ടു മൈമാസ് കുക്കിംഗ് ക്ലാസ്.